രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിന്തുണയ്ക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ന ബി സജൻ. പെൺകുട്ടികളുടെ മാനത്തിനും വിലയുണ്ട് എന്ന് നേതൃത്വം മനസ്സിലാക്കണമെന്ന് സജ്ന പറയുന്നു. നീതി എന്നുള്ളത് പീഡിപ്പിക്കുന്നവനല്ല, ഇരകൾക്കുള്ളതാണ്. ആർക്കാണ് രാഹുലിനെ ഇപ്പോൾ പരിശുദ്ധനാക്കിയേ മതിയാകൂ എന്ന ധൃതി ഉള്ളതെന്നും സജ്നയുടെ ചോദ്യം. ഇതുപോലുള്ള സൈക്കോപാത്തുകളെ പടിയടച്ച് പിണ്ടം വെച്ചേ മതിയാകുകയുള്ളൂ എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. PR പ്രവീണ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. PR പ്രവീണ, എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ ഉള്ളിലും കോൺഗ്രസിനുള്ളിലുള്ള ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിൽ വിമർശനങ്ങളുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പറയുന്നുമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൊക്കെ രാഹുൽ സജീവമായി ഇടപെടുന്നത്. എന്തായാലും പരസ്യമായി ചില നേതാക്കളെങ്കിലും ഇത്തരത്തിൽ നിലപാട് പറയുകയാണ്. എന്താണ് സജ്ന പറയുന്നത്? രൂക്ഷമായ ഭാഷയിലാണ് സജ്നയുടെ വിമർശനം. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണെങ്കിൽ ഇനി പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ല. പാർട്ടി നടപടി എടുത്താൽ എത്ര ഉന്നത നേതാവിന്റെ സംരക്ഷണം ഉണ്ടെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി മാത്രമേ പിന്നീട് സംരക്ഷണ കാര്യം തീരുമാനിക്കാവൂ. ഇദ്ദേഹത്തെ പരിശുദ്ധനാക്കി മതിയാകൂ എന്ന ധൃതി ആർക്കാണുള്ളത്? പെൺകുട്ടിയുടെ മാനത്തിനും വിലയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. മാത്രവുമല്ല, ഈ PR വർക്ക് ചെയ്യുന്നവർക്ക് പണം വാങ്ങി ഗസ്റ്റായി പോകുന്നത് അതുപോലെ അല്ല പാർട്ടിയിലെ വനിതാ പ്രവർത്തകർ. അവർക്ക് വീണ്ടും സമൂഹത്തിൽ ഇറങ്ങി ആളുകളെ കാണേണ്ടതാണ്. പോലീസും ലാത്തിചാർജും ജയിൽവാസവും സമരവും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ റീൽസ് ആക്കി അത് പോസ്റ്റ് ചെയ്യാൻ PR സംവിധാനങ്ങൾ ഇല്ലാത്ത പട്ടിണിപ്പാവങ്ങളും ഈ പാർട്ടിയിൽ ഉണ്ട് എന്ന് സജ്ന പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് ആത്മാഭിമാനം പണയം വയ്ക്കാത്ത സജ്നയെ പോലുള്ളവർക്ക് വേണ്ടി പാർട്ടി ഇതുപോലെയുള്ള സൈക്കോ പാർട്ടികളെ പടിയടച്ച് പിണ്ടം വച്ച് മതിയാകൂ എന്ന് പറഞ്ഞാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഈ പോസ്റ്റിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് കേരള, അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോൺഗ്രസ് നാഷണൽ വിങ്, അതുപോലെ തന്നെ KC വേണുഗോപാൽ, K മുരളീധരൻ, BD സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നിവരെ ടാഗ് ചെയ്തിട്ടുമുണ്ട്. അതായത് പറയാനുള്ളത് വ്യക്തതയോടെ, അതിനപ്പുറം കൃത്യതയോടെ, എല്ലാ തരത്തിലുമുള്ള അഭിമാനം നിലനിർത്തിക്കൊണ്ടാണ് സജ്ന ഈ പോസ്റ്റിൽ പറഞ്ഞു വയ്ക്കുന്നത്. ശരി പ്രവീണ.